സമയം ഒരുപാടായി. ശശി പോയിട്ടുണ്ടാവും. ഇന്ന് എനിക്ക് ശരിക്കും വഴക്ക് കിട്ടും. പേടിക്കണ്ട, ഞാൻ ശശിയോട് പറഞ്ഞോളാം. എന്തു പറ്റി? ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ച മാതിരിയായി. ടയർ പഞ്ചറായി. ആരെയാണോ കണി കണ്ടത്? അല്ല പിയൂൺ സാറേ, നമ്മുടെ പെണ്ണുമ്പിള്ള ഇറങ്ങില്ലേ? പുള്ളിക്കാരൻ 5 മണിക്ക് മുമ്പേ പോയല്ലോ. ആ പാറു, പാറുകുട്ടി, പാർവതി, ശശി എപ്പോ എത്തി? ഇപ്പോഴത്തേ ഉള്ളൂ. ശരി. എന്താ ഇത്രയും താമസിച്ച? ലിഫ്റ്റ് കേടായി, വീല് പഞ്ചറായി എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ സംശയം കൂടും. ഞാൻ ആ വക്കീലിന്റെ വീട്ടിലായിരുന്നു. ഏത് വക്കീല്? നമ്മുടെ ശങ്കരപ്പിള്ള വക്കീലേ. ഞങ്ങൾ കേസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്ന് അല്പം വൈകിപ്പോയി. ഇത്രയും നേരം? ഒന്നും പറയണ്ട. ആ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയൊരു പിണക്കം. പിന്നെ ഞാനവിടെ വക്കീലായി കേസ് ഒതുക്കി തീർത്തു. ആര്? വക്കീല്? നമ്മുടെ വക്കീല് അല്ല, വക്കീലിന്റെ പ്രേതം. ഞാൻ ആ 4000ന്റെ കേസ് 4000 കൊണ്ടുപോയി തുലക്കിട്ടോ. തന്നോട് ആരാ പണ്ടാണ് ഇങ്ങോട്ട് കിട്ടിയിരുന്നത്? അല്ല, ഞാൻ ഇറങ്ങിപ്പോടോ. എടോ ഇറങ്ങിപ്പോകാൻ. ഇവിടെ പോകാനാ പറഞ്ഞത്. ആകപ്പാടെ കുഴപ്പമായല്ലോ ഈശ്വര. ചായ ചായ. ചായ. നിന്നോട് ഞാൻ എവിടെ വരാനാ പറഞ്ഞത്? ഓഫീസിൽ. ആരുടെ ഓഫീസിൽ? ശശിയേട്ടന്റെ ഓഫീസിൽ. എന്നിട്ട് നീ വന്നോ? ഇല്ല. എന്താ വരായിരുന്നത്? ലിഫ്റ്റ് സ്റ്റക്കായി. ലിഫ്റ്റിൽ നീ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നല്ലോ? അല്ല. വേറെ ഒരുപാട് പേരുണ്ടായിരുന്നോ? ഇല്ല. പിന്നെ ഞാനും വർമ്മ സാറും. ഈ വർമ്മ സാർ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നിന്നെ ഓഫീസിൽ നിന്ന് വിടുള്ളൂ? എന്താ ശശിയേട്ടാ ഇങ്ങനെ പറയുന്നത്? പിന്നെ എങ്ങനെയാ പറയേണ്ടത്? പിന്നെ എപ്പോഴാ ലിഫ്റ്റ് ശരിയായത്? 1 മണിക്കൂർ എടുത്തു. അപ്പൊ 1 മണിക്കൂർ നേരം നീയും വർമ്മ സാർ മാത്രം ലിഫ്റ്റില് അല്ലേ? 1 മണിക്കൂർ എന്ന് പറയുമ്പോ 6 മണി. 6 മണിക്ക് ഞാനിവിടെ വന്നപ്പോ നിങ്ങളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ? ഞാൻ വീട്ടിലേക്ക് പോന്നു. നടന്നു വന്ന ഞാനിവിടെ എത്തിയിട്ടും കാറിൽ വന്ന നിങ്ങൾക്ക് എന്താ താമസം? വഴിയില് വീല് പഞ്ചറായി. ആരുടെ വീല്? കാറിന്റെ വീല്. അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുക. നിനക്ക് ഈ കാറിൽ എഴുന്നള്ളത് നടന്നു വരാൻ പറ്റൂലേ? കാലിൽ എന്താ അമ്പ് കിട്ടിയിട്ടിരിക്കുക? ഓ, തന്തയും തള്ളയും പുന്നാര മോളെ കാറിലാണല്ലോ വളർത്തിയത്.
ഫ്യൂസ് കെട്ടലും പ്ലഗ് കുത്തലും ലിഫ്റ്റിൽ കുടുങ്ങലും വീല് പഞ്ചറായാലും എനിക്കൊന്നും അത്ര പിടിക്കുന്നില്ല. അയാളുടെ ഒരു കാറും മനുഷ്യന് സ്വസ്ഥത വരില്ല വെച്ചാൽ എന്താ ചെയ്യാ? ഓഹോ, അപ്പൊ പ്രശ്നം അങ്ങനെയാണല്ലേ. മോന് തന്നില്ല. ഉണ്ട്, മരിച്ചുപോയി. ഇപ്പല്ല. ഇല്ല. തന്നില്ലാത്തവന് നിനക്ക് ഞാൻ തന്തിയാവാം. അടുത്ത പ്രശ്നം മീശ, അതെടുത്ത് കളയാം. ക്ലീൻ ഷേവ്. അപ്പൊ ഞാൻ ഈ വേഷം എങ്ങനെ കളിക്കും? നമുക്ക് ഒട്ടി മീശ വെക്കാം. അകത്താവൂ? ചിലപ്പോ അകത്താവും. പേടിച്ച് വർമ്മയുടെ കൈ കൊണ്ട് മയ്യത്താകുന്നതിലും ഭേദം അകത്താവുന്നതല്ലേ. എല്ലാം വേലോട്ടന്റെ ഇഷ്ടം. എന്നാ ശരി, ഇങ്ങോട്ട് കയറി. ചിലപ്പോ മീശ എടുക്കുമ്പോ അല്പ സ്വല്പൊക്കെ മുറിഞ്ഞു വരും. പേടിക്കാനൊന്നുമില്ല. ലേശം മരുന്ന് വെച്ചാൽ അതങ്ങോട്ട് ഉറങ്ങിക്കോളും. നീ വല്ലതും കേട്ടോ? രാവിലെ ഒരുത്തന്റെ വായിന്ന് 2 കേട്ടു. അത് സാധാരണ കേൾക്കാറില്ലല്ലേ. അല്ല, ഞങ്ങൾ ഇപ്പൊ ഇവിടെ പറഞ്ഞ വല്ലതും കേട്ടോ? ഞാൻ ഒന്നും കേട്ടില്ലേ. എന്റെ ഭഗവാനെ, രക്ഷപ്പെട്ടു. എന്നാ മീശ എടുക്കാൻ പോകുന്നു. റെഡി, 1 2 ഒന്നുമില്ലടേ, മെല്ലെടുക്കുള്ളടേ. ഇല്ലടാ. കുട്ടമ്പിള്ളേ, താൻ എന്റെ കണ്ണാടി ഇവിടെ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല. താൻ എന്തായി തപ്പുന്നത്? കുന്തം പോയ കുടത്തിലും തപ്പണല്ലോ. കുന്തം അല്ലടോ പോയത്, എന്റെ കണ്ണാടിയാ. അവിടെ എല്ലാം നോക്കി, എവിടെയില്ല. പിന്നെ ഞാനത് ഇവിടെ വെച്ചു. ഈയിടെയായി മറവി കുറച്ച് കൂടുതലാ. അതെങ്ങനെയാ? ഈ ലോകത്തൊന്നും അല്ലല്ലോ. വേണ്ട, അതാരും നോക്കണ്ട. ഞാൻ അത് ഓഫീസിൽ വെച്ച് പൊട്ടിയിരിക്കുക. അച്ഛാ, ദേ അച്ഛാ കണ്ണാടി. എവിടെ കിട്ടി? പാർവതി ചേച്ചിയുടെ ബാഗിലുണ്ടായിരുന്നു അത്രേ. എന്റെ ദൈവമേ, ഇതിങ്ങനെ പോയാ എവിടെ ചെന്നാ അവസാനിക്കുക? കരയുകയല്ല വേണ്ട, ധൈര്യമായിരിക്കും. ഞാനൊരു വഴി പറയാം. ഇപ്പോ ശശിയും സുധരാമയും ഒരേ വെള്ളത്തിലാ. അയാളുടെ വേദന, നിങ്ങളുടെ വേദന, ഇത് രണ്ടും കൂടി കാണുമ്പോഴുള്ള എന്റെ വേദന, ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാവണ്ടേ? എനിക്ക് തല ചുറ്റുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളും ശശി നേരിൽ കണ്ട് സംസാരിച്ച് ഒരു തീരുമാനമെടുക്കുക. പ്രശ്നം തീരും. കുട്ടമ്പിള്ള ചേട്ടനോ? ഇരിക്കെ. അവരകത്തുണ്ട്. കുളിക്കുകയാണെന്ന് തോന്നുന്നു. എന്താ? ശശിക്കുട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കിടന്ന് തിങ്ങുക എന്നല്ലാണ്ട് ഞാൻ എന്താ ചെയ്യ? സുഭദ്ര കുഞ്ഞമ്മയും വല്ലാതായി. അവര് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കാര്യങ്ങൾ കരക്കാരറിയുന്നതിന് മുമ്പ് എത്രയും വേഗം ഒതുക്കി തീർക്കണം. അവര് തന്നതാ. നിങ്ങളൊക്കെ സമാധാനമായി ജീവിക്കുന്നു കണ്ടിട്ട് എനിക്ക് മരിച്ചാ മതി. ഞാൻ കാപ്പി ഒന്നും കുടിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ പോട്ടെ. മേ ഈ വീട്ടിലൊരു സാധനം വെച്ചോടത്തിരിക്കില്ല. എത്ര നേരമായി തപ്പി തപ്പി മടുത്തേ.
പ്രിയപ്പെട്ട ശശി, നമ്മുടെ രണ്ടുപേരുടെയും ഭാവി ജീവിതത്തെപ്പറ്റി ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമായിരിക്കുന്നു. നാളെ വൈകുന്നേരം 5:30 മണിക്ക് ഓഫീസിൽ നിന്ന് നേരിട്ട് പങ്കജ് ഹോട്ടലിലേക്ക് വരിക. അവിടെ വെച്ച് നമുക്ക് നേരിട്ട് സംസാരിക്കാം. നമ്മളുടെ ഈ കണ്ടുമുട്ടൽ നമ്മളല്ലാതെ ആരും അറിയരുത് എന്ന് സ്വന്തം സുഭദ്ര. അവര് വരുന്നുണ്ട്, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ചുമ്മാതിരി എന്റെ ഇന്ദിരേ, ഞാൻ എത്രയോ നാടകത്തിൽ അഭിനയിച്ചതാ, പിന്നെ ഇതൊക്കെ ഒരു പ്രശ്നല്ലേ? ആ വരണം വരണം. ജയ് ഹിന്ദ്. ഓ ജയ് ഹിന്ദ്. ഇരിക്കണം. താങ്കളെ കാണണമെന്ന് വളരെ നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്നു. ആഹാ. സമയം കിട്ടണ്ടേ? ആ. താങ്കളെ കുറിച്ച് ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. ആഹാ. അല്ല, ആ മുടി അല്പം വളർന്നുണ്ടല്ലോ, ഒന്ന് കട്ട് ചെയ്യണ്ടേ? മുടി കൂടുതലുണ്ടെങ്കിൽ ജലദോഷം വരും എന്നച്ഛൻ പറയായിരുന്നു. മിസ്റ്റർ രാജരാജവർമ്മ ഒരു വൈദ്യരും കൂടിയാണല്ലേ? ഞാൻ ഈ ബാറ് എന്തൊരു കൊതു. ഞാനേ ഈ ബാറിൽ കയറി ഈ സ്മോള് കഴിക്കുന്നവരോട് വിരോധാണ് എന്ന് പറയായിരുന്നു. അച്ഛൻ ഇനി അധികം സംസാരിക്കണ്ട, ആകെ കുഴപ്പാവും. ആ അതെന്താ അങ്ങനെ പറഞ്ഞത്? ഈ ഹാർട്ട് അറ്റാക്ക് ഉള്ളതുകൊണ്ടേ കൂടുതൽ സ്ട്രെയിൻ ചെയ്താൽ. ഓ എന്നാൽ ശരി, ഞാൻ അധികം ഉപദ്രവിക്കുന്നില്ല. ഞാൻ ഇനി ഒരിക്കൽ വന്ന് കാണാം. പറ്റേ? അപ്പോഴേ വല്ലപ്പോഴൊക്കെ ആ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ തലമുടി ഞാൻ ഭംഗിയായിട്ട് ഒന്നൊന്ന് കട്ട് ചെയ്ത് തരാം. അച്ഛന്റെ നാട് തലവടിയാണ്. തമാശ തമാശ. തമാശക്കാരനാണല്ലോ. അപ്പൊ ഓക്കെ. ജയ് ഹിന്ദ്. ഓ ജയ് ഹിന്ദ്. ശരി സാർ. അയ്യോ നാടകക്കാരോ. അയ്യോ എങ്ങോട്ടാ വർമ്മ സാറേ? വീട്ടിലേക്ക്. എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്താ? ഇങ്ങനെ വഴി നിന്ന് പറയാനുള്ളതല്ല. എവിടെയെങ്കിലും പോയി ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് സ്വസ്ഥമായി പറയാം. ആ കേറ്. ഞാൻ താമസിച്ചു ചേച്ചി? ഏയ് ഇല്ല, ഇരിക്കൂ. എന്താ കഴിക്കുക? ഒരു കോഫി മാത്രം മതി. വർമ്മ സാർ റെസ്റ്റോറന്റിലേക്ക് പോയിക്കോളൂ, ഞാനൊരു ഫോൺ ചെയ്തിട്ട് വരാം. തനിക്ക് അല്ലേലും ഒരു വഴിക്കിറങ്ങുമ്പോ 1000 പണിയാണല്ലോ. താൻ്റെയൊക്കെ കൂടെ വരുന്ന എന്നെ തല്ലണം. ശശിയോട് ഇവിടേക്ക് വരാൻ പറഞ്ഞതിന്റെ കാരണം പിടികിട്ടിക്കാണുമല്ലോ. എങ്ങനെയാ? അയ്യോ വക്കീല്. അല്ല, ഇതാര് സുഭദ്ര കുഞ്ഞമ്മയോ? എന്താ പതിവില്ലാതെ ഇവിടെ? അല്ല വക്കീലോ, എന്താ ഇവിടെ? ഒരു കാപ്പ് കുടിക്കാന്ന് കരുതി. ഏതായാലും കൂട്ടായല്ലോ. ഞാൻ കാപ്പ് കുടിച്ചു.
എന്താടോ? പറയാം സാർ. എന്താണെന്ന് പറയൂ. അല്ല, അത് ഞാൻ പറയാം. ആ പറയൂ. അല്ല, അത് എപ്പോ പറയണം, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ആ എങ്കിൽ താൻ പറ. അല്ല സാർ, എനിക്കത് പറയണം. എന്നാലൊന്ന് പറഞ്ഞു തുളയ്ക്കടോ. അത് ഞാനിന്ന് റെസ്റ്റോറന്റിൽ വെച്ച് സുഭദ്ര കുഞ്ഞമ്മയെ കണ്ടു. ഇത് പറയാനാണോ താൻ ഇത്രയും ബുദ്ധിമുട്ടിയത്? അല്ല, കുഞ്ഞമ്മ മാത്രമല്ല, കൂടെ അപ്പുറത്തെ ശശിയും ഉണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും എന്നെ കണ്ടപ്പോൾ ചമ്മല്. ഞാൻ തുറന്നു പറയുന്നോണ്ടൊന്നും തോന്നരുത്. നേരായിട്ടുള്ള വഴിയിലുള്ള എന്തെങ്കിലും ഒരു ബന്ധമായിരുന്നെങ്കിൽ അവർക്ക് എന്നെ കാണുമ്പോൾ സംസാരിക്കരുതോ? ഇത് ശശി എന്നെ കണ്ടപ്പോൾ മോഹം മറയ്ക്കാൻ ശ്രമം. കുഞ്ഞമ്മയ്ക്കാണ് എന്നെ പറഞ്ഞുവിടാൻ ധൃതി. ആകെപ്പാടൊരു പന്തികേട്. ഇതൊക്കെ കണ്ടിട്ടും ഞാൻ പറയാതിരുന്നാൽ? ആ ഞാൻ വേണ്ടത് ചെയ്തോളാം. താനിത് പാട്ടാക്കണ്ട, പൊയ്ക്കൊള്ളൂ.